നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അത് തിന്നിന്റെ ബാക്കിയല്ലേ? അതെ കുഞ്ഞമ്മേ, ഇവരെല്ലാവരും കൂടി കുഞ്ഞമ്മയോട് ഒരു കാര്യം ചോദിക്കണമെന്ന് പറഞ്ഞ എന്നെ ചട്ടം കെട്ടി നിൽക്കുക. അല്ല, അത് വേറൊന്നുമല്ല, നമ്മുടെ തറവാട് ആശ്രമത്തിന് എഴുതി കൊടുക്കുന്ന കാര്യം ഒന്നുകൂടെ പുനഃപരിശോധിച്ചു കൂടെ എന്നാണ് ഇവരുടെ ചോദ്യം. എന്റെ ഇവരുടെയാണ്. ആണോ? ഉറപ്പിച്ച് പറ. എന്നാ പിന്നെ പരിശോധിക്കാം. തറവാട് ആശ്രമത്തിന് കൊടുക്കണ്ട എന്ന് തീരുമാനിക്കാം നമുക്ക്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷനാ? ആ സാറാമെന്ന് പറഞ്ഞോളില്ലേ, അവളെ ഈ തറവാട്ടിന്ന് അടിച്ചിറക്കണം. ഇറക്കിയപ്പോ അടിക്കണം. അടിച്ചെന്നെ ഇറക്കണം. അത് ശരി. സാറാമ്മ ഇവിടുന്ന് അടിച്ചിറക്കാന്ന് ആരും വിചാരിക്കണ്ട. ഇതപ്പോ വന്ന് ചില നെറികെട്ട രാഷ്ട്രീയ കളികൾ കളിക്കുന്ന രാഷ്ട്രീയക്കാര് പോലും ഇമാതിരി ഒത്തുതീർപ്പ് ഫോർമുല മുന്നോട്ട് വെച്ച് ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലേ? ഇല്ല. എന്നാ ഇപ്പൊ കണ്ടോ, ഇതാണ് രാധാലക്ഷ്മിയുടെ ഒത്തുതീർപ്പ് ഫോർമുല. കുഞ്ഞമ്മേ, ഏതൊരു ഒത്തുതീർപ്പിന് 2-3 ഓപ്ഷൻസ് ഉണ്ടാവും. പക്ഷെ ഇവിടെ മാത്രം ഓരോ ഓപ്ഷൻ കൊടുക്കുന്നത് ഭയങ്കര ജനാധിപത്യ വിരുദ്ധമാണ് കേട്ടോ. അതെ, ഞാൻ ജയിലിൽ നിന്നാ വരണത്. എന്റെ അടുത്തുനിന്ന് ഇത്രയൊക്കെ ജനാധിപത്യം പ്രതീക്ഷിച്ചാ മതി. ഷാഹിന, ഇവളോട് ഇറങ്ങി പോവാൻ പറ. ഏത് നിമിഷവും ജയിലിലേക്ക് പോകാൻ നിൽക്കുന്ന നിങ്ങളാണോ എന്നോട് ഇറങ്ങി പോകാൻ പറയുന്നത്? അതെ, ജയിലെന്ന് പറഞ്ഞ കുഞ്ഞമ്മേനാണ് പേടിപ്പിക്കുന്നത്. കുഞ്ഞമ്മക്ക് ജയിലെന്ന് പറഞ്ഞ അമ്യൂസ്മെന്റ് പാർക്ക് പോലെ. ഞാൻ പറയട്ടെ, പുറത്ത് ബോറടിച്ച് കഴിയുമ്പോ ഒരു റിലാക്സേഷന് വേണ്ടിട്ടാണ് ജയിലിലേക്ക് കയറണത്. ആ ആളെ പേടിപ്പിക്കാൻ നോക്കണത്. അതിന് ഇവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവർക്ക് അറിയോ ശരിക്കും ഞാൻ ആരാന്ന്? എന്റെ കോണ്ടാക്ട് ലിസ്റ്റും എന്റെ കണക്ഷൻസും എന്താന്ന് ഇവർക്ക് അറിയോ? അതാണ്. അതെ കുഞ്ഞമ്മ, ഞങ്ങളുടെ സാറാമ്മനെ അങ്ങനെ അങ്ങോട്ട് കൊച്ചാക്കണ്ട. ഇവർക്ക് അങ്ങ് ഡൽഹിയിൽ ഇവർക്ക് പിടിപാട്. ഡൽഹിയിൽ പിടിയുള്ള പ്രതാപേന്ദ്രനല്ലേ? അല്ല, സാറാമ്മയ്ക്കും പിടിപാട് ഉണ്ടാവും. എന്റെ മരതകം, അതൊക്കെ എന്തിനാ ഇവരോട് പറയുന്നത്? ജയിൽപുള്ളി, സർക്കാർ നിങ്ങൾക്ക് പരോളും തന്ന് നാട്ടിലോട്ട് ഇറക്കി വിട്ടേക്കുന്നതേ വീട്ടുകാർക്ക് നേരെ ഗുണ്ടായിസം കാണിക്കാനല്ല. അത് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. എടി സാറാമേ, നിനക്ക് ജയിലിൽ പോയിട്ട് പരോളിൽ ഇറങ്ങി വന്ന ഒരു രാധാലക്ഷ്മിനെ അറിയുള്ളൂ. അതൊക്കെ മുന്നൊരു രാധാലക്ഷ്മി ഉണ്ടായിരുന്നു. അതിനെ കുറിച്ചൊന്നേ ചെറിയൊരു പഠനം നടത്തിയ നിങ്ങൾക്കൊക്കെ കൊള്ളാം. എന്തായാലും ഈ തറവാട്ടിൽ നിന്ന് നിങ്ങളെ ഓരോത്തിനെ അടിച്ചിറക്കിയിട്ടേ രാധാലക്ഷ്മി ഇവിടുന്ന് പോവുള്ളൂ. മനസ്സിലായല്ലോ? അയ്യോ, ദേഷ്യപ്പെട്ട് ചപ്പാത്തി കൊണ്ടക്കളല്ലേ? ആര് ചപ്പാത്തി കളയുന്നു? അവിടെ പോയിരുന്നു കഴിക്കാനാ. കണ്ടാ, നിങ്ങൾ കാരണം കുഞ്ഞമ്മ ചപ്പാത്തി കഴിക്കാതെ പോയതുണ്ടോ? പിന്നെ ആ ഡയലോഗിനിടെ 8 ചപ്പാത്തി അവർ തിന്നേ. 8 അല്ലടി 9 കഴിച്ച്. ശരിയാ. അമ്മായി, വെറുതെ കുഞ്ഞമ്മേന്റെ ഉടക്കാൻ നിൽക്കണ്ട. എനിക്ക് കുഞ്ഞമ്മേനെ ശരിക്കറിയാം. ഉടക്കി കഴിഞ്ഞാൽ ഭിത്തിയിൽ ഒട്ടിച്ചു കളയും. ഓ, ഞാൻ ശ്രദ്ധിച്ചോളാം. ശ്രദ്ധിച്ചാൽ അമ്മായി കൊള്ളാം. എന്തായാലും ഞാൻ അപ്പുറത്തിട്ടല്ലേ, അല്ലെ കുഞ്ഞമ്മ ഓടിങ്ങ് വരും വഴക്കിടാനായിട്ട്. ഇത് ഞാൻ എടുക്കുവാണേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.